ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ ആർ കിരൺ ബാബുവാണ്. കിരൺ, സ്വാഗതം. നമ്മൾ ഇന്നലെ ഇലക്ഷൻ ചാനലിൽ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയം എന്നത് പാർലമെന്റിൽ നിന്ന് ലോക്സഭ, രാജ്യസഭ പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സസ്പെൻഷൻ നടപടികൾ തുടരുന്നതിനിടയിൽ നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് ഈ 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും മിസോറാമിലും. അവിടെ തെലങ്കാന മാത്രമാണ് കൈപിടിച്ചത്. അതൊരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ നിന്ന് കൈപിടിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുമോ എന്ന സാധ്യതകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ആശ്വാസകരവും അതേസമയം പ്രതിസന്ധിയും സൃഷ്ടിക്കുന്ന ഒരു നീക്കം മമത മുന്നോട്ട് വെച്ചിരിക്കുന്നു. മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കണം എന്നുള്ളതാണ് ആ നിർദ്ദേശം. അക്കാര്യം ഇന്നലെ വൈക്കോ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിച്ചു. ആരും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറയുമ്പോൾ ഇത് സ്ഥിരീകരിക്കാവുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. ആദ്യം ഖാർഗെയിലേക്ക് വരുമ്പോൾ ഖാർഗെ എന്ന സാധ്യതയെ നമുക്ക് എങ്ങനെ ചർച്ച ചെയ്യണം എന്നുണ്ട്. അതോടൊപ്പം തന്നെ മമതയുടെ കരുനീക്കവും പ്രധാനപ്പെട്ടതാണല്ലോ. അഭിലാഷ്, ഇതിനകത്ത് നമ്മൾ പറയുമ്പോഴും സ്ഥിരീകരിച്ചാണ് എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു തീരുമാനം യഥാർത്ഥത്തിൽ എടുത്തിട്ടില്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇതൊരു ചർച്ചയാണ് നടന്നത്. പക്ഷെ ആ ചർച്ചയിൽ മമതാ ബാനർജി ഇങ്ങനെ ഒരു പേര് മുന്നോട്ട് വെക്കുന്നു. അതിനെ കെജ്രിവാളിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പിന്താങ്ങുന്നു. അവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് കോൺഗ്രസ് കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാവാണ്. 2 സംസ്ഥാനത്ത് ഭരിക്കുന്ന ആളാണ് കെജ്രിവാൾ. പഞ്ചാബിലായാലും ഡൽഹിയിലായാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള 42 സീറ്റുള്ള ബംഗാളിലെ ഏറ്റവും കരുത്തയായ നേതാവാണ് മമതാ ബാനർജി. ആ പേരിനെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ, നിതീഷ് കുമാർ അടക്കമുള്ള നേതാക്കളാരും തന്നെ എതിർക്കുന്നില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. മറ്റ് ഒരു നേതാവും എതിർക്കുന്നില്ല. ഫലത്തിൽ അങ്ങനെ ഒരു ചർച്ച അവിടെ വന്നു എന്നുള്ളതും ആ ചർച്ചയിൽ ഏതെങ്കിലും തീരുമാനമായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ആശയം അവിടെയുണ്ട്. ആ ആശയം പുറത്ത് പറയാനതിന് തടസ്സമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വൈക്കോയെ പോലൊരു നേതാവ് അത് പുറത്ത് പറയുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇതൊരു സാധ്യതയാണ്. ഈ സാധ്യതയെ ഔദ്യോഗികമായി കോൺഗ്രസ് അംഗീകരിക്കുന്നോ പിന്നീട് അംഗീകരിക്കുമോ എന്നതൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ്. അത് കോൺഗ്രസിന്റെ പൊളിറ്റിക്സുമായി ബന്ധപ്പെടുന്നതാണ്. പക്ഷേ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇപ്പോൾ മോദിക്ക് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു ദളിത് പ്രധാനമന്ത്രി എന്ന ഒരു ആംഗിളിലേക്ക് കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്ക് ശക്തമായി തന്നെ നിന്നാൽ ശക്തമായി പൂർണ്ണമായും പിടിച്ചടക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ദക്ഷിണേന്ത്യയാണ്. ആ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരാൾ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള ഒരു ആംഗിൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ മുന്നിൽ നിർത്തിയാൽ ഇനി മോദിയോട് മുട്ടാൻ രാഹുൽ ഗാന്ധിയുടെ നെഗറ്റീവ് മാർക്കുകൾ അത് കുടുംബാധിപത്യം ആണെന്നുള്ള നിരന്തരമായി ഉന്നയിക്കുന്ന ആരോപണം. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിയാൽ ഖാർഗെ വരുമ്പോൾ ഖാർഗെക്കെതിരെ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഖാർഗെ 81 വയസ്സുള്ള നേതാവാണെങ്കിൽ പോലും ഈ ദീർഘമായ രാഷ്ട്രീയം 9 തവണ എം എൽ എ ആവുകയും തുടർച്ചയായി മന്ത്രിയാവുകയും 2 തവണ ലോക്സഭയിലെത്തുകയും 2 സഭകളിലെയും പ്രധാന നേതാവാവുകയും ഒക്കെ ചെയ്ത ആളാണ്. പക്ഷേ ആ ഖാർഗെക്ക് ഇതെതിരെ ഇതുവരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖാർഗെ ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, മുതിർന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്, അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് ഒരുപാട് പരിമിതികൾ BJPയെ സംബന്ധിച്ചായാലുമുണ്ട്. അങ്ങനെ BJPയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയാണോ നല്ല എതിരാളി അല്ല ഖാർഗെയാണോ എതിരാളി ചോദിക്കുമ്പോൾ മമത അവിടെ കണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം BJP വേഴ്സസ് കോൺഗ്രസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മത്സരം. അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ 150 മുതൽ 200 സീറ്റുകൾ വരെ നിശ്ചയിക്കുന്നത് ഈ 2 പാർട്ടികളിൽ ആര് ജയിക്കുന്നു, ഇവർ 2 പേർ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ആര് ജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അവിടെ കോൺഗ്രസിന്റെ ജയം ഉറപ്പിക്കേണ്ടത് കൂടി അങ്ങനെ ഒരു ആവശ്യം കൂടി ഇന്ത്യ മുന്നണിക്കുണ്ട്. ഇതെല്ലാം കൂടി കണ്ടുകൊണ്ടാവാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള നിതീഷിനെ വെട്ടാനാണോ എന്നുള്ള വിഷയമൊക്കെ നമുക്ക് പ്രത്യേകമായി തന്നെ ചർച്ച ചെയ്യാം. അവിടെ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കോൺഗ്രസിനെ സംബന്ധിച്ചാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചാലും ഖാർഗെയാണ്. ഇന്ത്യയിലെ ഏകദേശം 20-30% അതിന്റെ കണക്കുകൾ കൃത്യമായി തന്നെ നമുക്ക് ഓരോ സംസ്ഥാനത്തിൽ എടുത്തു തന്നെ പോകാം. 20-30% വരുന്ന ദളിത് വോട്ടുകൾ, ഏകദേശം 40-50% വരുന്ന OBC വോട്ടുകൾ, ഇതിനെല്ലാം കൂടെ സ്വാധീനിക്കാൻ കഴിയുന്ന ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഇതുവരെയും ഒരു ദളിതനെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. 30% വരുന്ന ദളിത് വിഭാഗത്തിന് ഒരിക്കൽ പ്രധാനമന്ത്രിയാക്കിയിട്ടില്ല. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഞങ്ങൾ ഒരാളെ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ മാറ്റം, ഇതെല്ലാം കൂടി കണ്ടുകൊണ്ടാവണം അത് ഈ
ഇങ്ങനെ ഒരു നിർദ്ദേശം പോസിറ്റീവ് അർത്ഥത്തിലേക്ക് വന്നാൽ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്? അതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ പ്ലസ് വശങ്ങൾ എന്തെല്ലാം വരുന്നത്? ഇതോടൊപ്പം തന്നെ നെഗറ്റീവ് വശങ്ങളും നിരവധിയുണ്ട്. അതെല്ലാം നമുക്ക് പ്രത്യേകമായി തന്നെ ചർച്ച ചെയ്യാം. തീർച്ചയായും അങ്ങനെ പരിശോധിക്കുമ്പോൾ